നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അബഹയാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. ആ അബഹ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇതിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോനെക്കാട്ടിലും നല്ലൊരു വീഡിയോ ആണ്. കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസിർ നാഷണൽ പാർക്കിലോട്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വഴിയുടെ രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങളും ഫുള്ള് നിബിഡമായിട്ടുള്ള വലിയ വനമാണ്. വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 1600 സ്ക്വയർ കിലോമീറ്റേഴ്സ് അത്രയുള്ള ഒരു വനമാണ്. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 300ഓളം സ്പീഷീസിലുള്ള പക്ഷികളും അതുപോലെ വേറെ പല മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ നല്ല രസമാണ് കാണാൻ. ഭയങ്കര വിശാലമായിട്ട് കിടക്കുകയാണ് ഈ വനം. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പാർട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഒരുപാട് ആൾക്കാർ വന്ന് വണ്ടി നിർത്തി ഇവിടെ വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ മൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഹവാലൻ കുരങ്ങാണിത്. സിംഹവാലൻ കുരങ്ങുകൾ ഒരുപാട് ഈ മരത്തിലൊക്കെ വന്ന് നിൽക്കുന്നത്, മരത്തിലും പിന്നെ അതുപോലെ വണ്ടിയിൽ ചാടി കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരെയും ഉപദ്രവിക്കുകയോ ഇങ്ങനെ ചെയ്യുന്നില്ല. വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും ഇതിനെ കണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ആരും അതിനെ ഉപദ്രവിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അതും അതുപോലെ തിരിച്ച് ആരെയും ഉപദ്രവിക്കുന്നില്ല. അവിടെ വന്നിരുന്ന എല്ലാവർക്കും കാണാൻ പാകത്തിന് വന്നിരുന്നിട്ട് കുറെ കഴിയുമ്പോൾ ഇറങ്ങി അങ്ങ് പോവുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈവനിങ് ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും. ലൈറ്റ് ഏകദേശം പോകാറായിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടെ ഒരു നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. തന്നെയല്ല നല്ല തണുപ്പുണ്ട്. പക്ഷേ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരുപാട് ഈ കുരങ്ങന്മാർ ഒരുപാട് ഇങ്ങനെ വന്നിരുന്നിട്ട് നല്ല രസമാണ് കാണാൻ. അത് തന്നെയല്ല ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് കാണാൻ നല്ല ഭംഗിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തേത്. ഏറ്റവും നല്ല ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഏറ്റവും ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈ സിറ്റി ചെയ്തു. ഹൈ സിറ്റിയിൽ നിന്നുള്ള വ്യൂ പോയിന്റ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഹൈ സിറ്റിയുടെ എൻട്രൻസിന്റെ അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് നമുക്ക് അസീർ നാഷണൽ പാർക്കിലോട്ട് വരുന്നത്. അപ്പോൾ അബഹയിൽ വരുന്നവരാര് തന്നെ ആയാലും അസീർ നാഷണൽ പാർക്ക് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇവിടെ വന്ന് നമ്മൾ കാണണം. ഇപ്പൊ തന്നെ കാണുന്നില്ല, താഴെ നമ്മൾ കയറി വന്ന റോഡാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ ഒരു വ്യൂ, അബഹയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സൺസെറ്റ് ആണ്, കുറച്ച് സൺസെറ്റ് ആണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ട്, ഭയങ്കര കാറ്റുണ്ട്. ആകെപ്പാടെ എന്താ പറയുന്നത്, വിവരിക്കാനാകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. അപ്പം ആര് വന്നു കഴിഞ്ഞാലും ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഇത്ര നേരം നിന്നത് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ താഴ്ന്ന സ്ഥലം താഴോട്ട് പോകുന്തോറും ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പം കുറച്ചും കൂടി നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടും. എന്താ പറയുക, വോക്ക് വേ ഉണ്ട്, ഒരുപാട് വോക്ക് വേ ഉണ്ട്. പിന്നെ ഏകദേശം ഫുള്ള് കോൺഫറൻസ് മരങ്ങളാണ് അവിടെ ഫുള്ള്. അതുപോലെ പാറക്കെട്ടുകളൊക്കെ കണ്ടില്ലേ. പിന്നെ ഏകദേശം ഇവിടെ താഴോട്ട് ചെല്ലുന്തോറും 10-65 ക്യാമ്പ് സൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒത്തിരി ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് ക്യാമ്പ് സൈറ്റ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ക്ലൈമറ്റും ആണ്, ഭയങ്കര നല്ല ഭംഗിയാണ് കാണാൻ.
നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉള്ള ഒരു നല്ലൊരു വ്യൂ ആണ്. കോടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര തണുപ്പുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ലൈറ്റൊക്കെ പോകും. അത് കാരണം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ പെട്ടെന്ന് എടുക്കുകയാണ്. വീഡിയോസൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. അത് എനിക്ക് വാക്കുകളാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഒത്തിരി ഒത്തിരി നല്ല സ്ഥലമാണ്. നമ്മൾ വിചാരിക്കും സൗദിയിലൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടെങ്കിലും ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ സൗദിയിൽ വന്നിട്ടുള്ളവർക്കറിയാം. എങ്കിലും ഇതുവരെ സൗദിയിൽ ഉണ്ടായിട്ട് പോലും ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വന്ന് ഇവിടെ കാണണം. അറ്റ്ലീസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലെ വന്നിട്ട് അബഹ ഫുള്ള് വന്ന് കണ്ടിട്ട് പോകണം. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ വഴിയിൽ ഫ്രൂട്ട്സൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ്. മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ മാങ്ങ കുറച്ച് വില കുറച്ചിട്ടൊക്കെ കിട്ടും. നമ്മൾ പക്ഷേ വില പേശണം. നല്ല പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഈ സാധനത്തിൻ്റെ ഒക്കെ പേരെന്തോ അറിയത്തില്ലല്ലോ. അതല്ലേ പ്രശ്നം. ഇത് ആപ്രിക്കോട്ട്, അത് ആപ്രിക്കോട്ടാണ്. ഇത് ആപ്രിക്കോട്ട്, അത് വേറെ. അത് മതി. ഇത് കുഴപ്പം കൂടുതലാണ്. നോക്കിട്ടോ ज्यादा है ना, हम लोग को गुजरात में जाने वाला
كنترول يمني نظيف. الله يرضى عليك. لك هذا كلام. هندي يمن جميل. الهندي. الهندي. هذا جيزان صح؟ كل جيزان. جيزان. هذا سمسم. ഇത് നമ്മുടെ നാട്ടിലെ അതൊക്കെ കറക്റ്റോ ഇതിന് പോരാ ഇത് മതി വലിയ അത് 75 റിയാലാ 20 റിയാൽ ഫുൾ ഡിസ്കൗണ്ട് അത് ജിബാദ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് عشان كل هندي يجي وصل مشكله شيء ما في مشكله كل ما في مشكله كم سايز كم ان شاء الله كله هندي نشوف ما في مشكله ഗ്രീൻ മൗണ്ടനിലെ ഗ്രീൻ ലൈറ്റ് അല്ല കത്തുന്നത് അതെ അപ്പം നമ്മളിവിടെ അവസാനം വന്നെത്തി അബഹയിലെ ഗ്രീൻ മൗണ്ടൻ അല്ലെങ്കിൽ ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഫുള്ള് ഗ്രീൻ കളർ ആവേണ്ടതാണ്, പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നൊരു കുറച്ച് ഗോൾഡൻ മിക്സ്ഡ് കളറാണ്. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഫുള്ള് കാണാം. ഇപ്പം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ ലൈറ്റിംഗ് ആയി, നല്ല രസമാണ്, ഭയങ്കര വ്യൂ ആണ്. ഒരു അടിപൊളി പൂച്ച. അബഹ സിറ്റി മുഴുവൻ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതും മുഴുവൻ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഈവനിങ് ടൈമിൽ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഉച്ചവരെ വെയിലായിരുന്നു, ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ച് ആയിട്ട് നല്ല തണുപ്പുണ്ട്. ശരിക്കും ഷോപ്പിംഗ് ചെയ്യാനും കറങ്ങാനും ഒക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറും. സിറ്റി ആണെങ്കിലും ഫുള്ള് തിരക്കാണ്, നല്ല രസമുണ്ട് ലൈറ്റിംഗ് കാണാൻ. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും തന്നെ വരണം, വന്ന് കാണണം. വരികയാണെങ്കിൽ അബഹയിൽ പണ്ടത്തെ പോലെ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നുമില്ല. ശരിക്കും ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി നല്ലൊരു ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ മാറി ക്ലൈമറ്റ് കുറച്ചും കൂടെ നല്ലതാവുന്നത്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ വൺ ഡേ സ്റ്റേ ചെയ്യാൻ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഉച്ച ആയതിനു ശേഷമാണ് വന്നത്. സോ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ അബഹ എയർപോർട്ടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. വൈകുന്നേരം ഡിന്നർ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മധുവാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫുള്ളാണ്, ഒരു ഫുൾ പ്ലേറ്റ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റായി സാധനം. ഇത് സൗദി ഇവിടുത്തെ ട്രഡീഷണൽ മസാലയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. എനിവേ ഇനി ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം ബാക്കി വിശേഷം. നമ്മളിത്ര കഴിക്കുമോ? അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റാണ്, ഒത്തിരി സോഫ്റ്റ്. സാധാരണ നമ്മൾ ഫഹം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ കുഴിമതി അങ്ങനെ ഒന്നുമല്ല, ഒത്തിരി സോഫ്റ്റ് ആയതിൻ്റെ അത്. അതുകൊണ്ട് റൈസ് ആണെങ്കിലും ഒത്തിരി നല്ല റൈസാണ്.